അപ്പോൾ അതേണ്ടത് നമ്മൾ ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നും ഇറങ്ങിയിരിക്കുന്നത് നൈറ്റ് ഫിഷിങ്ങായിട്ട് തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചത് കൂരുവാളയാണെങ്കിൽ ഈ പ്രാവശ്യവും കൂരുവാള തന്നെ നമ്മൾ പിടിക്കാൻ വന്നേക്കുന്നത് കേട്ടോ. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ശരിക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല നമുക്കായിട്ട് ഒരു കൂരുവാളെ കിട്ടിയതുമില്ല. ഇന്നിപ്പോൾ അതിൻ്റെ വാശിയുടെ പുറത്ത് നമുക്കെന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കും കേട്ടോ. പിടിക്കാതെ നമ്മൾ വരത്തിലൊന്ന് ഉറപ്പിച്ച് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. മാക്സിമം നോക്കും. ഇപ്പോൾ സമയം ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ സ്പോട്ട് എത്താറായി. നമ്മുടെ സ്പോട്ടിൽ അളിയനുണ്ട്, ചേട്ടനുണ്ട്, നമ്മുടെ 1-2 കൂട്ടുകാരുമുണ്ട്. ഇന്നിപ്പോൾ അത് മാത്രമല്ല, നമുക്കൊരു കുഞ്ഞ് അതിഥി കൂടെ ഉണ്ട്, എൻ്റെ അളിയൻ്റെ മൂത്ത മകൻ. ഇന്നിപ്പോൾ നല്ല നിലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മീൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളിന്ന് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് കോഴിക്കോടല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി, അളിയൻ്റെ മൂത്ത മകൻ. ആൾ കഴിച്ചുകൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിച്ചുകൊണ്ടിട്ട് അത്യാവശ്യം പരലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് കവറിനകത്തിട്ടുകൊണ്ടിരിക്കുക. അവൻ പിടിക്കുന്നു, നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരൻ പെറുക്കി കവറിനകത്തിട്ടുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നൈറ്റ് ഫിഷിങ്ങിനൊക്കെ വരാട്ടോ. നമ്മളിവിടെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളവിടെയൊക്കെ കഴിച്ചുകൊണ്ടിട്ട് ചെമ്പല്ലിയും വരാലൊക്കെ പിടിക്കുന്നതാണ്. നമ്മളെപ്പോൾ ഇറങ്ങിയാലും നമ്മളോട് പറയും എന്നെ അവിടെ കൊണ്ടുപോകും, എന്നെ അവിടെ കൊണ്ടുപോകും പറഞ്ഞിട്ട്. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും വീട്ടിൽ കിടന്ന്. അപ്പോൾ ഇന്ന് അവൻ്റെ സങ്കടം തീർക്കാൻ നമ്മൾ അവനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവൻ പിടിച്ച മീനുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്റ്റാർട്ട് ചെയ്തേക്കുന്ന അവനാ. നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെ കിട്ടുന്നുള്ളത്. അളിയനുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ 1-2 കൂട്ടുകാരുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻപുള്ളിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക്. അവർ കാസ്റ്റ് ചെയ്യുന്നത് പൊട്ടിയാണ് കേട്ടോ, സ്പാറ്റ് ഹോക്കയിൽ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തീറ്റി തന്നെ അവർക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നല്ല ഫൈറ്റാണ് കാഴ്ച വെക്കുന്നത്. നമുക്ക് നോക്കാം എന്തോരം ഉണ്ടെന്നുള്ളത്. അടുത്ത് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മീനെ? അതാ നല്ല ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫൈറ്റ് ആട്ടോ മീൻ കാഴ്ച വെക്കുന്നത്. അതിനെ കരക്കയറ്റാൻ പെടുന്ന പാടെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കേടാണ്. മറ്റുള്ള മീനുകളെ പോലല്ലേ ഈ കൂലിവാള എന്ന് പറഞ്ഞാൽ. ആ ഒരു സ്പൈഡർ ഹുക്കിൽ ഒറ്റ ഹുക്ക് മാത്രമേ നമുക്ക് അതിൽ കറക്റ്റായിട്ട് കയറിയിട്ടുള്ളൂ കേട്ടോ, ആ മീൻ്റെ വായിലോട്ട്. എന്നാൽ പോലും അത് കറക്റ്റ് ഹുക്കപ്പും ആയിട്ടില്ല. മാക്സിമം നമ്മൾ പതുക്കെയാണ് മീനെ കയറ്റുന്നത്, അണപ്പിച്ച് കയറ്റാണ് നോക്കുന്നത്. എന്നാൽ പോലും നിന്ന് തരുന്നത് അതുപോലെ ഫൈറ്റ് കാഴ്ച വെക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ കാണാൻ പറ്റും. അവനെ നമ്മൾ വലിച്ച് മേപ്പോട്ട് എടുക്കുകയും ചൂണ്ടയിൽ നിന്ന് വിട്ടു പോകുക ഒരുമിച്ച്. നമ്മുടെ കൂടെയൊക്കെ നമ്മുടെ കൂട്ടുകാരൻ കയറി പെട്ടെന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് മീനെ കിട്ടുകയും ചെയ്തു കേട്ടോ. അതാ കണ്ടോ, വിട്ടുപോയ പറയാൻ അവൻ ചാടി വാലയെ പിടിച്ചുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുക. മിസ്സായി പോകാൻ കൺഫേം ആയിട്ടും. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ആൾക്ക്. ഒരു 4 കിലോ അടുത്ത് വരുന്നൊരു കൂരുവാള നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കൂരുവാളയാണേ. അതെ, ചേട്ടൻപുള്ളിക്ക് അടിച്ചിട്ടുണ്ടാകുന്നത്. എല്ലാവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളവൻ്റെ ജീവൻ പോകാതിരിക്കാണ്ട് അങ്ങനെ കെട്ടി നമ്മൾ വെള്ളത്തിൽ ഇട്ടിരിക്കുക കേട്ടോ. കെട്ടിയിട്ട സമയത്ത് അവിടെ കിടന്ന് നല്ല ഫൈറ്റ് ഇടാണ്. അവിടെ എല്ലാം അടിച്ച് വെള്ളമെല്ലാം തെറിപ്പിച്ച് കരക്കെല്ലാം കയറ്റി. അധികം താമസിച്ചില്ല. ആ പുറകെ തന്നെ എനിക്ക് കഴിച്ചുകൊണ്ടൊക്കെ ചെറിയൊരു വലി വന്നു. ഞാൻ തിരിച്ച് വലിച്ചു, ഹുക്കപ്പായില്ല. എന്നെ 3G ആക്കിയ മീൻ അങ്ങനെ അങ്ങ് പോയി കളയും. തീറ്റയുടെ കോലം നോക്കി നിങ്ങളൊന്ന്. ഇന്ന് 10 ദിവസം നല്ല നിലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ശാന്തമായി കിടക്കുക. നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ. എന്നാൽ പോലും ഒഴുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് മീൻ ആക്ടിവിറ്റിക്കൊന്നും ഒരു കുറവുമില്ല. നല്ല ആക്ടിവിറ്റിയാണ്. നമുക്ക് അവിടുന്ന് മറിയുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ പുറകെ തന്നെ നമ്മുടെ കൂട്ടുകാരനൊരു ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ. അതും നല്ല ഫൈറ്റ് തന്നെ ഈ കാഴ്ച വെക്കുന്നത്. അതാണ് ഈ വരുന്ന മെനക്കേട്. അതേ ശരിക്കും നിങ്ങൾ കണ്ടു നോക്കിയാൽ ആ മീൻ്റെ ഫൈറ്റൊന്നും കണ്ടോ. വട്ട് പിടിപ്പിച്ചു കളഞ്ഞു മനുഷ്യനെ അങ്ങ്. എന്നെയൊക്കെ എന്ന് പറഞ്ഞാലും കേട്ടോ, ഈ മീൻ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും രസവും, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടോ. അത് ഈ ചൂണ്ടക്കാർക്ക് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അത് നമ്മളെ പോലെ ഈ വട്ട് പിടിച്ചിറക്കുന്നവർക്ക് മാത്രം അതുപോലത്തെ ഒരു ഫൈറ്റ് ആ മീനെ നമുക്കിവിടെ കാഴ്ച വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, കേട്ടോ. ടൈറ്റ് അല്ലേ, ഒത്തിരി ടൈറ്റ് ചെയ്യേ, ഒത്തിരി ടൈറ്റ് ചെയ്യല്ലേ. ഹുക്ക് നോക്കണം അതാണ്. ഒത്തിരി ടൈറ്റ് ചെയ്യില്ല. ഇറങ്ങല്ലേ, ഒറ്റ ഇറങ്ങല്ലേ. അല്ല അവൻ്റെ ഇത്തിരി റീൽ യൂസ് ചെയ്യുന്നാല് അത് ഒത്തിരി ടൈറ്റ്, ഒത്തിരി ലീസാണ്. പയ്യെ കളിച്ചായി സമയമുണ്ട്. ആ ഡ്രാഗി പയ്യെ വലിക്കല് പയ്യെ ഡ്രാഗയുള്ളൂ. വലിക്കല് ഡ്രാഗയുള്ളൂ, പയ്യെ ഡ്രാഗയുള്ളൂ. ഇങ്ങോട്ടുണ്ടോ ക്ഷീണിച്ചോളൂ ഇങ്ങോട്ട്. ആ നിൽക്കട്ടെ വലിക്കല്ലേ.
ഓക്കെ കുഴപ്പമില്ല. ഓക്കെ കഴിക്കേ വീഡിയോ എടുത്ത എനിക്ക് പറ്റായില്ല. ഫ്ലാഷ് ഓഫായി ഇരിക്കുവാണേ. ഉണ്ടോ 3 കൂടുതൽ ഉണ്ടായിരിക്കുമല്ലോ. വലുതല്ലേ? ഓക്കെ കിട്ടിയ കേട്ടോ ഓടിപ്പോ ഒരു നമ്മുടെ കൂടെ നിന്ന ഒരു ആളെ കാണിച്ചേ ആൾക്ക് കിട്ടിയതാണ്. ഓക്കെ ഓക്കെ ആദ്യമായിട്ട് ചൂണ്ടയൊന്നും മുതലായി. കൊമ്പ് പിടിച്ചിട്ട് അത്ര നല്ല കേട്ടോ. പക്ഷെ കയറാണ്. കൊമ്പ് പിടിച്ചിട്ട് നിങ്ങൾക്ക് അത്ര നല്ല നിങ്ങൾക്ക് പണി കിട്ടും. നമ്മുടെ പുളുവൻ നാട്ടിൽ സർക്കാർ ഇറക്കിയ ചെമ്മീൻ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇഷ്ടംപോലെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചെമ്മീൻ. നമുക്ക് കാലെടുത്ത് ചവിട്ടാൻ പറ്റില്ല, അതുപോലെ കുഞ്ഞുങ്ങളുമുണ്ട് ഇഷ്ടംപോലെ. അത് അധികം താമസമില്ല. ആ പുറകെ തന്നെ എനിക്കും അടിച്ചോരണം കേട്ടോ. അവൻ്റെ വലിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ വലിയ കൊമ്പനാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ അടുത്തെത്തുമ്പോൾ കണ്ടോണം ഗൈസ്, 1/2 കിലോ എന്നൊരു വട്ടാക്കുഞ്ഞ് പോലത്തൊരു ഒരു നത്ത് മീൻ. എനിക്ക് അങ്ങ് നാണക്കേട് അവിടെ ഇതവരെല്ലാം കളിയാക്കി. നിങ്ങൾ കണ്ടോ ഗൈസ് അതിൻ്റെ വലിപ്പമില്ല എന്നുള്ളത്. എന്നാൽ പോലും സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് അത്ര നേരം മെനക്കെട്ട് കിട്ടുന്ന മീനില്ല, അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ. അരക്കിലോ ഏതാ? ഒരു 1/2 കിലോ ആണ്. 1/2 കിലോ ഒപ്പിച്ചൊരു ചെറുപ്പം നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ രാത്രി ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 1 മണി 6 ആയിട്ടുണ്ട്. അല്ല അതുപോലെ തന്നെ മഴക്കാറുണ്ട്, മഴയും പൊടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. നാളെ ബാക്കി വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വരാം തീർച്ചയായിട്ടും. ഓക്കെ ബൈ.